സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ, ഈ വീഡിയോയിൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഈ വീഡിയോയിൽ യോനാ പ്രവാചകൻ എന്തുകൊണ്ട് ഒളിച്ചോടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം വന്ന് പിൻചിന്തനം ചെയ്യാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യോന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. പ്രിയപ്പെട്ടവർ, ദൈവം പല സ്ഥലങ്ങളിൽ അനുതാപ സന്ദേശവുമായി യോനയെ അയച്ചിട്ടുണ്ട് തന്നെ. അല്ലെങ്കിൽ നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പരം ദൈവം, നമ്മുടെ സ്വർഗദാതൻ, സ്നേഹവും കരുണയും ദയാനിധിയും വാത്സല്യവാനും ആയതുകൊണ്ടാണ് തർശീശിലേക്കുള്ള കപ്പലിൽ ഒളിച്ചിരുന്ന പുറപ്പെടുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വർഗദാതൻ്റെ ഗുണഗണങ്ങൾ അറിയാവുന്ന യോനാ പ്രവാചകൻ തന്നെ, പ്രിയപ്പെട്ടവർ, താൻ ചെന്ന് നിങ്ങളുടെ ദേശം നശിക്കും, മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ അവർ അനുതപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം അതാ മനസ്സ് മാറ്റി അവരെ നാശത്തിൽ നിന്നും വിടുവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം ഈ ചെയ്തി, ദൈവത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ ചെയ്തി കണ്ട് വലഞ്ഞ യോനാ പ്രവാചകൻ മനസ്സുമടുത്ത് തന്നെയാണ് അതാ പുറപ്പെട്ട് തർശീശിലേക്ക് പോകുന്നത്. എന്നാൽ പരംദൈവം തൻ്റെ വൻകരത്താൽ നിനവയിലേക്ക് യോനാ പ്രവാചകനെ എത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, കാണാതെ പോയ ആടുകളെ തേടി ഈ ഭൂമിയിൽ വന്നണഞ്ഞ നമ്മുടെ ദൈവം, നമ്മുടെ യേശുനാഥൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ ദൈവം, പ്രിയപ്പെട്ടവരെ, 100 ആടുകളിൽ ഒരാട് വഴിതെറ്റി കാണാതെ പോകുമ്പോൾ 99 മറ്റാടുകളെയും അവഗണിച്ചുകൊണ്ട് കാണാതെ പോയ ആടിനെ തേടി അന്വേഷിച്ചു പോകുന്ന നമ്മുടെ ദൈവം, പ്രിയപ്പെട്ടവരെ, ഈ ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കുന്നത് നമ്മുടെ സ്വർഗദാതൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന തിരുവചനം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പരംപിതാവിൻ്റെ പരം സ്നേഹം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ തൻ്റെ പുത്രനെ തന്ന് അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി ഭൂമിയിലെ മനുഷ്യരെ അവിടുന്ന് വീണ്ടെടുക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വേണ്ടിയും നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിച്ച് എവരെയും സ്വർഗത്തിൽ അനയിക്കാൻ വേണ്ടി നമ്മുടെ യേശുനാഥൻ ചൊരിഞ്ഞ തിരുരക്തത്തിന് നമ്മൾ മൂല്യം കൊടുത്ത് മുന്നേറുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിഞ്ഞ, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, വിശ്വാസ സ്നാനം തന്നെ സ്വീകരിച്ച ദൈവമക്കൾ വളരെ ജാഗ്രതയോടെ സർവ്വമാനവർക്കും വേണ്ടി, പാപികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ വിശ്വസ്ത ദാസരായി തീരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും കൂടി സ്വർഗത്തിൽ ഇപ്പോൾ നാം ഭൂമിയിൽ കാണുന്നത് പോലെ സ്വർഗീയ ശരീരങ്ങളോടുകൂടി അന്യോന്യം ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശവും കണ്ടുകൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളാണ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ജീവൻ്റെ ആ പുസ്തകത്തിലെ ഓരോ വരിയും, പ്രിയരെ, നമുക്ക് വിശ്വസിക്കാം, സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അല്പം ക്ലേശവും നിരാശയും രോഗങ്ങളും ക്ഷീണവുമൊക്കെ ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ടവർ, പരമാനന്ദമായ ആ സ്വർഗീയ ഭൂമിയിൽ, പ്രിയരെ, നമുക്ക് അത്യാനന്ദത്തിൻ്റെ ദിനങ്ങൾ തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗമുണ്ടോ? ഈ സ്വർഗത്തിൽ ഭൂമിയെപ്പോലെ സന്തോഷിക്കാൻ പറ്റുമോ? എന്താണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്
പരന്താതെ നിർമ്മിച്ച ഈ ഭൂമി ഇത്രയും മനോഹരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ആ ഭൂമിയിൽ പ്രിയരെ അത്യധികം ആനന്ദം തന്നെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. പരന്താതിനെ അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.